പ്രൈസ് ദി ലോർഡ്. ഒരു രസകരമായ കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിനി പാപം ചെയ്യാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളെ പാപം ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇനി ഒരിക്കലും പാപം ചെയ്യാൻ കഴിയാത്ത വിധം നിങ്ങളെ ദൈവം മാറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനിത് പറയുന്നത് എൻ്റെ ആശയമല്ല, ദൈവത്തിൻ്റെ വചനമാകുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവചൈതന്യം അവനിൽ കുടികൊള്ളുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യവുമല്ല. അവിടെ പറയുന്ന വാക്ക് ചെയ്യത്തില്ല അല്ലെങ്കിൽ ചെയ്യരുത്, നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതല്ല, നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ലെന്നാകുന്നു. ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു. കാരണം ഇക്കാലം അത്രയും നമ്മൾ കേട്ടിരിക്കുന്നത്, നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് പാപം ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട്, നമ്മൾ വീഴ്ച വരാൻ സാധ്യതകളുണ്ട്, നമ്മൾ വീണ് പോകാം എന്നൊക്കെയാണല്ലോ കേട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വചനം വ്യക്തമായി പറയുന്നു നമുക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. അപ്പം ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു, കർത്താവേ ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? കാരണം ഇത് പതിവിൽ വിപരീതമാണ്, നമുക്കൊരിക്കലും ചിന്തിക്കാനോ വിശ്വസിക്കാനോ കഴിയാത്തൊരു കാര്യമാണ്. എങ്കിലും ഞാൻ ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി ഒരു കാര്യം പറയട്ടെ. ദൈവത്തിൻ്റെ വചനം ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം കള്ളം പറയാറില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തെ നോക്കി ദൈവത്തിൻ്റെ വചനം മാറാറില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ പാപം ചെയ്യാൻ സാധിക്കാത്തൊരു വ്യക്തിയാകുന്നു, നിനക്ക് നീ പാപം ചെയ്യാൻ പറ്റത്തില്ല. കാരണം യു ആർ ബോൺ അഗെയിൻ വിത്ത് ഗോഡ്, അല്ലെങ്കിൽ യു ആർ ബോൺ ഓഫ് ഗോഡ്. നീ ദൈവത്താൽ ജനിക്കപ്പെട്ടവനാകുന്നു. ഞാനിത് പറയുന്ന നേരത്ത് എങ്ങനെ ഒരു മനുഷ്യന് പാപം അയാളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നു? വെളിപ്പാടിൻ്റെ കണ്ണിലൂടെ നമുക്കിത് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യമേ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തന്ന കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്തു നിന്ന് പാപങ്ങൾ മാറിപ്പോകട്ടെ. നിങ്ങളെ വഞ്ചിച്ച് വെച്ചിരിക്കുന്ന, നിങ്ങളെ പറ്റിച്ച് വെച്ചിരിക്കുന്ന, നിങ്ങളെ അഡിക്ഷനിലാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന എല്ലാ പാപ സാഹചര്യങ്ങളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ ബ്ലോക്ക് ചെയ്ത, നിങ്ങളുടെ വിശ്വാസത്തെ മന്ദീഭവിപ്പിച്ച എല്ലാ വിഷയങ്ങളും നിങ്ങളുടെ മുൻപിൽ നിന്ന് മാറിപ്പോകട്ടെ. ഈ സമയത്ത് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണെന്നും നിങ്ങളുടെ അവകാശമാണ് ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളുമെന്നും നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, പാപമെന്ന് പറയുന്നത് നിയമങ്ങളുടെ ലംഘനമാകുന്നു. കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാകുന്നു. അതിനും കുറച്ചുകൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പാപം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാകുന്നു. പാപം ഒരാളിലേക്ക് കടന്നുകൂടി, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം വന്ന് ഒരാളുടെ കൂടെ ചേരുന്നത് പോലെ പാപം വന്ന് ചേരുന്നു, പിന്നെ അയാൾ ചെയ്യുന്നതെല്ലാം പാപമാകുന്നു. ഒരു പാപിയും തനിയെ ഉണ്ടാകുന്നതല്ല. പാപം എന്ന് പറയുന്ന വ്യക്തിത്വം ഒരാളുടെ കൂടെ ചേരുമ്പോൾ അയാൾ പാപിയാകുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ കൂടെ ചേരുന്ന നേരത്ത് അയാൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ ദൈവത്തിൻ്റെ മകനാകുന്നു. വേറൊരു ഭാഷ പറഞ്ഞാൽ ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വന്നു അവരെല്ലാം അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. കാരണം നിങ്ങൾ ദൈവത്താൽ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആത്മാവിനാലും ജഡത്താലും ഒരേപോലെ കർത്താവായ യേശുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാകുന്നു. പക്ഷേ ഈ ഐഡൻറ്റിറ്റി നമ്മുടെ മുൻപിൽ വെളിപ്പെടാത്തത് കൊണ്ടും സത്യം നാം അറിയാത്തത് കൊണ്ടും ഇത് നമ്മെ എപ്പോഴും കുഴച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാകുന്നു. നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ഒരാളുമാകട്ടെ, ഏത് വിഷയത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമാകട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ടെന്ന് നന്നായിട്ട് അറിയാം. കാരണം എല്ലാ മതവിഭാഗങ്ങളും എല്ലാ മാർഗങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന നേരായി ജീവിക്കാനാക്കുന്നു. ഒരു മതം പോലും കൊല്ലാനോ കൊലപാതകം നടത്താനോ അല്ലെങ്കിൽ ഒരു മതം പോലും പാപം ചെയ്യാനോ പഠിപ്പിക്കുന്നില്ല. എല്ലാ മതത്തിനകത്തും അവരുടേതായ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡിൽ പാപത്തെ വേറെ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നുവെങ്കിലും, അല്ലെങ്കിൽ ഓരോ രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നുവെങ്കിലും, പാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശത്രുത തന്നെയാണെന്ന്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ശത്രുത തന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു മാർഗം നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ പാപികളല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാപം ചെയ്യാനായിട്ട് സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരാകുന്നു. ആ മാർഗം ഏതാണെന്നല്ലയോ? അത് ക്രൈസ്തവ മാർഗമാകുന്നു. ഞാനിത് പറയുന്നത് ക്രിസ്തു മതത്തെ പറ്റിയല്ല പ്രസംഗിക്കുന്നത്, ക്രിസ്തു മതത്തെ പറ്റിയല്ല പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്തു മതം എന്ന് പറയുന്നൊരു മതമില്ല. ക്രിസ്തു ഒരു മതത്തെയും സ്ഥാപിച്ചിട്ടില്ല. പിന്നെയോ ക്രിസ്തു വന്നത് ഒരു മാർഗത്തെ സ്ഥാപിക്കാനാകുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാകിയാൽ ഈ ഭൂമിയിൽ ദൈവത്തെ പോലെ ജീവിക്കേണ്ടതിന്, ദൈവത്തെ പോലെ എന്ന് പറയുമ്പോഴത്തേക്കിന് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ, എങ്ങനെയാണ് ജീവിക്കേണ്ട സംശയമുണ്ടെങ്കിൽ, മത്തായി തുടങ്ങി യോഹന്നാൻ വരെയുള്ള സുവിശേഷ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതിയാകും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടെ ആഴത്തിൽ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവർത്തനം വായിച്ചാൽ മതിയാകും. അവരെല്ലാം സാധാരണ മനുഷ്യരായിരുന്നെങ്കിലും അവരുടെ ഉള്ളത്തിനകത്ത് വന്ന ആത്മാവ് ദൈവത്തിൻ്റെതാകിയാൽ അവർ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തപ്പെട്ട മനുഷ്യരെ പോലെ, ആത്മീക മനുഷ്യരെ പോലെ ആയിത്തീർന്നു. ഞാനിത് പറയുന്നത് അങ്ങനത്തെ ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളോടുള്ള ദൂതാകുന്നു. നിങ്ങൾ പാപം ചെയ്ത് വീണ് കിടക്കുന്ന ഒരു പഴയ ഐഡൻറ്റിറ്റിക്കകത്തല്ല ദൈവം വെച്ചിരിക്കുന്നത്, മറിച്ചോ നിങ്ങളൊരു പുതിയ ഐഡൻറ്റിറ്റിയിലേക്കാണ്. എങ്ങനെ നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് പാപങ്ങൾ പുറത്തു പോകുന്നു? ഞാൻ വിശ്വസിക്കുന്നു നാം എല്ലാവരും നയിക്കപ്പെടുന്നത് കാഴ്ചയിലല്ല, വിശ്വാസത്താലാകുന്നു. നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതാണ് പാപമെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം നീതി തന്നെയാകുന്നു.
വിശ്വാസത്തിൽ നിന്നല്ലാത്തത് പാപമെങ്കിൽ വിശ്വാസത്തിൽ നിന്നുള്ളതെല്ലാം നീതിയാകുന്നു. വാക്കുകൾ പറഞ്ഞ് ഞാൻ കുഴയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് നമ്മുടെ വചനഭാഗത്തിലേക്ക് പോകാം. നിങ്ങൾക്കറിയാമല്ലോ, ക്രൂശീകരണത്തിൽ 3 നിലവാരത്തിൽ ക്രൂശീകരണം നടത്തപ്പെട്ടിട്ടുണ്ട്. അതായത് 3 വിഷയങ്ങളെ കർത്താവായ യേശു ക്രൂശിച്ചപ്പോൾ, അല്ലെങ്കിൽ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ കർത്താവ് തൻ്റെ ശരീരത്തെ 3 വിഷയങ്ങളാക്കി ട്രാൻസ്ഫോം ആക്കി ഓരോ സമയങ്ങളിലും അതിനെ ക്രൂശിച്ചു. അതായത് 3 വട്ടം ക്രൂശിക്കപ്പെട്ടെന്നല്ല, അതിനർത്ഥം ഒറ്റ ക്രൂശീകരണത്തിനകത്ത് 3 നിലവാരത്തിൽ ക്രൂശിക്കപ്പെട്ടു. ഞാനിത് പറയുന്ന നേരത്ത് ഒരു വ്യക്തി ഒരേ സമയം ഒരാളുടെ ഭർത്താവും, ഒരേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ അപ്പനും, അതേസമയം തന്നെ അദ്ദേഹം ഒരു അമ്മയുടെ മകനും, അതേസമയം തന്നെ അദ്ദേഹം ഒരു സഹോദരിയുടെ സഹോദരനുമായിരിക്കുന്നത് പോലെ ഒറ്റ ക്രൂശീകരണം, 3 ഫേസുകൾ. അതുപോലെ ഇവിടെ 3 മുഖങ്ങളുണ്ട് ഈ ക്രൂശീകരണത്തിന്. അതിൽ ഒന്നാമത്തെ ക്രൂശീകരണം എന്താണെന്നറിയാമോ? ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന്. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിനോട് കൂടെ നിങ്ങളും ക്രൂശിക്കപ്പെട്ടു. അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലമല്ലേ എനിക്ക് പാപം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നെ ഒരാൾ ക്രൂശിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കെങ്ങനെ പാപം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് വെളിപ്പാടിൻ്റെ തലത്തിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടെയല്ല, നിങ്ങളിലെ പഴയ മനുഷ്യൻ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും. നമ്മിലെ പഴയ മനുഷ്യൻ, പാപപൂർണ്ണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ ഇപ്പോൾ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നാ. അപ്പം നിങ്ങളിലെ പഴയ മനുഷ്യൻ, എൻ്റെ കൂടെ നിങ്ങളിത് ഏറ്റു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിലെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ, ഇനി പുതിയ പാപങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല എന്നതാണ്. ഞാൻ ഒരിടത്ത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു ആണെങ്കിൽ, ക്രിസ്തു ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രവൃത്തികളാണോ വെളിപ്പെടേണ്ടത്, അതല്ലാതെ മറ്റൊരു പ്രവൃത്തിയും എന്നിൽ ഇപ്പോൾ വെളിപ്പെടുന്നില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തു ജീവിച്ചപ്പോൾ എന്നിൽ എന്തൊക്കെ വെളിപ്പെടേണ്ടതായിട്ടുണ്ടോ, അത് ആരോഗ്യമാകട്ടെ, ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന നേരത്ത് ലോകത്തിൻ്റെ സമാധാനമാകട്ടെ, അങ്ങനെയാണെങ്കിൽ അതെല്ലാം എന്നിലൂടെ വെളിപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാകുന്നു വെളിപ്പെടേണ്ടിയിരിക്കുന്നത്. അല്ലാതെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണമല്ല എന്നിൽ വെളിപ്പെടേണ്ടിയിരിക്കുന്നത്. കാരണം എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒന്നാമത്തെ ഫേസ് ആകുന്നു. ആ ക്രൂശീകരണത്തിൻ്റെ 2-ാമത്തെ ഫേസ് എന്ന് പറയുന്നത്, കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും കുരിശിൽ തറച്ച് അവയെ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അതായത് നിയമങ്ങളുടെ ലംഘനമാണല്ലോ പാപം. നിയമമില്ലെങ്കിൽ പാപം ചെയ്യാൻ സാധ്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ബൈബിൾ വ്യക്തമായി പറയുന്നു, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ, നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന നിയമങ്ങളെ അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ഭയങ്കര വലിയൊരു ആശയമാകുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ നിയമത്തിൻ്റെ കീഴിലല്ല, നിങ്ങളെ ഒരാൾ വില കൊടുത്ത് മേടിച്ചെന്നും ഇനി നിങ്ങൾ നിയമം പാലിക്കാൻ കടപ്പെട്ടവരല്ലെന്നും, മറിച്ച് കർത്താവിൻ്റെ കൃപയിൽ അനുസരണമുള്ള മക്കളെ പോലെ നടക്കേണ്ടവരാണെന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുക. അതായത് നാം ഇനിയൊരു പഴയ മനുഷ്യനെ പോലെ പാപത്തിലോ ശാപത്തിലോ രോഗത്തിലോ കുഴപ്പത്തിലോ കൺഫ്യൂഷനിലോ ജീവിക്കേണ്ടവരല്ല, മറിച്ച് നമ്മളെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായി. അതുപോലെ നമ്മെ കുഴപ്പിക്കുന്ന പഴയ എല്ലാ നിയമങ്ങളും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പഴയ നിയമത്തിനകത്ത് നിയമം കൊണ്ടുവരുന്ന മോശയിലൂടെയാകുന്നു. ദൈവം ആ വലിയ 10 കൽപ്പനകൾ സീനായി മല മൊത്തവും വിറപ്പിച്ച് ദൈവം നൽകിയത് മോശയിലൂടെയാകുന്നു. ആ 10 കൽപ്പനകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് നൽകിയത് ഒരിക്കലും നാശത്തിന് വേണ്ടിയല്ല, അത് നൽകിയത് ജീവൻ വെളിപ്പെടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ജീവൻ വെളിപ്പെടാൻ നൽകിയ നിയമത്തിൽ തന്നെ മരണം പതുങ്ങിയിരുന്നു എന്നതായിരുന്നു. കാരണം ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു അത്. സ്വന്തം കഴിവിൽ നടക്കാത്ത കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടായിരുന്നു കർത്താവായ യേശു നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ. അതായത് ഒരു മനുഷ്യനെ തൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാനായിട്ട് നിയമത്തിന് സാധിക്കത്തില്ലെന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് തൻ്റെ പുത്രനെ ആ പാപത്തിൻ്റെ സദൃശ്യത്തിൽ ശരീരത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചത്. ഞാൻ നിങ്ങളോട് ഇത് പറയുന്ന നേരത്ത് കർത്താവ് 2-ാമത്തെ ഫേസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നിയമത്തെ നിങ്ങൾക്ക് വിപരീതമായി നിന്ന, നിങ്ങളെ ഒരിക്കലും വിശുദ്ധനാകാൻ കഴിയാത്ത വിധം നിങ്ങളെ മറച്ച ആ നിയമത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിമോചിപ്പിച്ചു. ഇനി 3-ാമത്തെ ഫേസ് കുറച്ചുകൂടെ ആഴമേറിയതാകുന്നു. നമുക്കറിയാം, നമ്മൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ക്രൂശിക്കപ്പെട്ടു. നമ്മൾ ചെയ്ത പാപത്തിന് ശിക്ഷ വരാതിരിക്കാനായിട്ട് നിയമത്തെ ക്രൂശിച്ചു. ഇനി നമുക്കിനി അടുത്ത അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്ത പാപങ്ങൾ, അതിനി ഒരു മാറ്റം വരണമല്ലോ. അതെവിടെ പോകും? അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാകുന്നു തിരുവചനം വ്യക്തമായി പറയുന്നത്, അവനിൽ നാമെല്ലാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം പാപമാക്കി. എവിടെ? ക്രൂശിൽ. ഇന്നിപ്പോൾ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് വാസ്തവത്തിൽ യേശു മാത്രമല്ല, ഞാൻ മാത്രമല്ല, നിയമം മാത്രമല്ല, ഞാൻ ചെയ്തു പോയ എല്ലാ കഴിഞ്ഞ പാപങ്ങളും യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് കാരണം, ഈ ഒരൊറ്റ കാരണം, നാം പാപത്തിൽ നിന്ന് മാറി, നാം പാപികളെന്ന പേരിൽ നിന്ന് മാറി നാം ദൈവത്തിൻ്റെ നീതിയായിരിക്കുന്നു. ഇത് ചെറിയൊരാശയമാകുന്നു, എങ്കിലും ഞാൻ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിചാരിക്കുന്നു.
അത് 3 ഫേസുകളുണ്ട്. ഒന്നാമത്തത് ക്രിസ്തു നമ്മെ ക്രൂശിച്ചു, നമ്മിലെ പഴയ മനുഷ്യൻ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. രണ്ടാമത്തെ നമുക്ക് പാപം വരേണ്ടതായിരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇനി ഒരു പാപം ചെയ്യാൻ കാരണമായിരിക്കുന്ന നിയമത്തെ ദൈവം ക്രൂശിച്ചു. മൂന്നാമത് ഞാൻ ഇക്കാലം അത്രയും ചെയ്ത എല്ലാ പാപങ്ങളും അവൻ പാപമായി തീർന്നുകൊണ്ട് ആ ശരീരത്തെ ക്രൂശിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്ത് തിരുവചനവും ഈ ഒരു വലിയ കാര്യവും കൂടെ ഒന്നിച്ചു ചേർന്ന് പോകുന്നു. ഇത് സംഭവിച്ചത് കൊണ്ട് തന്നെ ഇനി എനിക്കോ നിങ്ങൾക്കോ പാപം ചെയ്യാൻ സാധ്യമല്ല. അറിഞ്ഞോ അറിയാണ്ടോ ഇനി പാപം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇനി എന്താണ് പാപം എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ധ്യാനിക്കാനും അതിനെപ്പറ്റി പറയാനും ആഗ്രഹിക്കുന്നു. എന്തായാലും ഇത്ര മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിലൂടെ നിങ്ങളിനി പാപിയല്ല, നിങ്ങളിനി എത്ര കൊടിയ പാപം ചെയ്തിരുന്ന വ്യക്തിയാലും നിങ്ങൾക്ക് നിത്യരക്ഷ സൗജന്യമായിട്ടുണ്ട്. നിങ്ങളിനി എത്ര വലിയ നിരാശയിൽ കിടക്കുന്നൊരു വ്യക്തിയായിരുന്നാലും ക്രിസ്തു നിങ്ങളെ വെറുതെ വിടത്തില്ല, അവൻ നിങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല എന്ന വസ്തുത നിങ്ങളുടെ ഉള്ളത്തിനകത്തോട്ട് വരട്ടെ. നിങ്ങൾ ദൈവത്തിൽ ജനിച്ചവരാകുന്നു. നിങ്ങളെ ദൈവത്തിൽ ജനിപ്പിക്കേണ്ടതിന് 3 ഫേസുകൾ ക്രൂശിലൂടെ കർത്താവ് കടത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ കർത്താവ് കടന്നു. ഒന്ന്, നിങ്ങളെ ക്രൂശിച്ചു, നിങ്ങളുടെ പാപത്തെ ക്രൂശിച്ചു. മൂന്നാമത്, ഇനി നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങൾക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ ക്രൂശിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളിപ്പോൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി നിങ്ങൾ നീതിക്ക് അടിമകളായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.